പച്ചപ്പിന് നടുവിൽ കറുകറ കറുത്ത പാറക്കെട്ടുകൾ. അരുവിക്ക് ഒഴുകിപ്പടരാൻ പാകത്തിന് ഒഴിഞ്ഞു നിൽക്കുകയാണവ. നൂറേക്കർ എന്ന ഗ്രാമത്തിൻ്റെ നാഡീസ്പന്ദനമായാണ് ഒഴുക്ക് വന്നു പതിക്കുന്നത്. ആഹാ, നല്ല ഗംഭീര സീനാണ്. ഇവിടെ വരെ വന്നിട്ട് പിന്നെ കുളിക്കാതിരുന്നാൽ എങ്ങനെ? എന്തായാലും കുളിച്ചിട്ട് വന്നതാണ്. പാപ്പരിപ്പാറയ്ക്ക് മുകളിൽ നിന്നാണ് ഈ വെള്ളത്തിൻ്റെ വരവ്. 1, 2, 3 താഴെ മറ്റൊരു തട്ട് കൂടിയുണ്ട്. അങ്ങനെ 4 തട്ടിലുള്ള വെള്ളച്ചാട്ടമാണ്. വലിയ കുഴിയില്ല എന്നുള്ളതിനാൽ തന്നെ അത്യാവശ്യം ഇറങ്ങി നിന്ന് കുളിച്ച് കയറി പോവുകയാണ്. കാട് നെഞ്ചകത്തൊളിപ്പിച്ചിട്ടുള്ള ഈ അരുവി പ്രദേശവാസികളുടെ സ്ഥിരം കുളിയിടമാണ്, ഒപ്പം കുടിവെള്ള സ്രോതസ്സും. പാൽനുര പോലെ വന്നു വീഴുന്ന അരുവിയുടെ സൗന്ദര്യം പക്ഷേ അധികം അകലേക്ക് എത്തിയിട്ടേയില്ല. ജലസമൃദ്ധമായ കാലത്ത് ഒരിക്കലെത്തിയാൽ മനസ്സിനെ മാടി പിടിക്കുന്ന ഈ ഇടം സംരക്ഷിത വനമേഖലയാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. നല്ലൊരു അനുഭവമാണ്. നല്ല തണുത്ത തെളിനീര് പോലുള്ള വെള്ളമാണ്. നല്ലൊരു അനുഭവമാണ്. 100 മീറ്ററിനുള്ളിൽ 4 തട്ടുകളായി വെള്ളച്ചാട്ടം. കുത്തനെയുള്ളതും വഴുക്കൽ അനുഭവപ്പെടുന്നതുമായ പാറക്കെട്ടുകളിലൂടെ സാഹസിക യാത്ര നടത്തിയാൽ മാത്രമേ ആദ്യ ഭാഗങ്ങൾ ദൃശ്യമാകൂ. നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. അധികം ആരും അറിഞ്ഞിട്ടില്ല. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. അധികം ആരും അറിയാത്തതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് മാലിന്യങ്ങളൊന്നുമില്ല, മറ്റു ആളുകളുടെ ശല്യമില്ല. കുറച്ച് കയറി വരുന്ന വഴി കുറച്ച് നമ്മൾ സൂക്ഷിക്കണം. കുറച്ച് വഴുക്കലൊക്കെയുള്ള പാറയാണ്. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. കല്ലേരി കൊക്കാത്തോട് റോഡിൽ ഒരേക്കറിൽ നിന്നും 400 മീറ്റർ ഉള്ളിലാണ് സ്ഥാനം. മൺസൂണിൻ്റെ തുടക്കമായതുകൊണ്ട് വലിയ വെള്ളമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി വന്ന് കുളിച്ചു പോകാം. ആഴമില്ലാത്ത ഒരു പ്രദേശമാണ്. എന്നാൽ പാറയ്ക്ക് മുകളിൽ നേരിയ വഴുക്കലുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വരിക, സുഖമായി കുളിച്ച് മടങ്ങുക എന്നുള്ളതാണ്. സമീപകാലത്ത് ഇത്ര ഉഷാറായിട്ടുള്ള കുളി കുളിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുളിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തോന്നി ഒക്കാത്തോട് 100 ഏക്കറിലേക്ക് വരാം. നല്ല കുളിരുള്ള വെള്ളത്തിൽ കുളിച്ച് മടങ്ങാം. CK അഫ്ലാൽ, നാടൂർ സമയം.